അന്ന് മമ്മൂട്ടിക്ക് 49-50 വയസ്സായിരുന്നു. ഞാൻ എത്ര കണ്ടാലും മതിയാകത്തില്ല. മമ്മൂട്ടിന്റെ പടം നമുക്ക് വീണ്ടും വീണ്ടും കാണാനേ തോന്നത്തുള്ളൂ. ഞാൻ ആദ്യമായിട്ട് തിയേറ്ററിൽ കാണണം. അപ്പോൾ അതിൻ്റെ ഒരു പുതിയ എക്സ്പീരിയൻസിന്റെ എല്ലാ എക്സൈറ്റ്മെന്റും ഉണ്ട്. നല്ല പടം, എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. നല്ല പടം. എൻ്റെ 6-ാം വയസ്സിൽ കണ്ടിട്ടുള്ള സിനിമയാണ്. അതിനുശേഷം ഇനിയിപ്പോൾ 30 വയസ്സായി. 24 വർഷത്തിന് ശേഷം കാണുമ്പോൾ എൻ്റെതായൊരു സന്തോഷമുണ്ട്. ഞാൻ പുള്ളിയുടെ വലിയ ഫാനുമാണ്. ഇങ്ങോട്ട് അങ്ങനെ ആവില്ല. ഇനിയിപ്പോൾ ഒരുപാട് വരാനുണ്ട്. വടക്കം വരാതെ ആവുന്നാഴൊക്കെ ഇനി വരാനുണ്ട്. എന്തായാലും മംഗളൻസിന് അങ്ങോട്ട് ആഘോഷമാണ്. ഉറപ്പല്ലേ? എന്താ സംശയം? ഇപ്പോൾ തന്നെ ബുക്കിംഗ് എന്താ പറയുക, യെല്ലോ അലർട്ടാണ്. അപ്പോൾ ഏരിയ സ്പെഷ്യൽ 2 ഷോ യെല്ലോ അലർട്ടാണ്. ഒരു കൊണ്ട് കാണാം തീർച്ചയായിട്ടും. നാളെ ഒന്നുകൂടെ വരുന്നുണ്ട്. ആഘോഷരാവാണ്. വടക്കം വരാതൊക്കെ ഇനി വരാനുണ്ട്. ആവുന്നാഴ് വരാനുണ്ട്. രാജമാണിക്ക റിലീസിംഗ് കൊണ്ടെന്ന് പറയുന്നു. 24 വർഷത്തിന് മുമ്പേ വന്ന പടമാണ്. അന്ന് മമ്മൂട്ടിക്ക് 49-50 വയസ്സായിരുന്നു. നമ്മളൊക്കെ വന്ന് ശ്രീകുമാർ തിയേറ്ററിലാണ് കണ്ടത്. നല്ല വ്യത്യാസമുണ്ട് പടം കാണാൻ തന്നെ. കാരണം ഈ പുതിയ തലമുറയിൽപ്പെട്ട പയ്യന്മാർക്ക് കാണാൻ പറ്റിയൊരു അന്തരീക്ഷമാണ് ഇപ്പോഴുള്ള കണ്ടീഷനിൽ. പുതിയ ടെക്നിക്കൽ കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നെല്ലാം സൗണ്ടൊക്കെ നല്ല അറ്റ്മോസ്ഫിയർ ഇവിടെ തന്നെ കാണണം. എന്നാലും അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നല്ല കിട്ടുള്ളൂ. ഒരുപാട് പ്രാവശ്യം കൈരളിയിൽ കണ്ടിട്ടുണ്ട്, യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. യൂട്യൂബിൽ ഇപ്പോൾ കുറേ ദിവസമായി ഡിലീറ്റ് ആയിക്കെന്ന് തോന്നുന്നു എനിക്ക്. ഞാൻ ഇടയ്ക്ക് കയറി നോക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ കാണാറില്ല. പക്ഷേ ഇപ്പോൾ സന്തോഷമായില്ല. തിയേറ്ററിൽ പണ്ട് ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ ടി വിയിൽ കാണുന്നതും തിയേറ്ററിൽ കാണുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. തിയേറ്ററിൽ കണ്ടപ്പോൾ പുതിയൊരു അനുഭൂതി തോന്നി. ഒരു പുതിയ സിനിമ കാണും പോലെ തന്നെയാണ് തോന്നിയത്. വേറെ പുഷ്പയ്ക്ക് ഇല്ല അങ്ങനെയൊന്നും ആവാൻ തോന്നില്ല. ഇത് റീ റിലീസ് പടമല്ലേ, അപ്പോൾ അതിൻ്റെതായ ഇത് കാണും. പുഷ്പ അത് വേറെ അല്ലേ. എക്സ്പീരിയൻസ് ബ്രോ പഴയത് കണക്കല്ല. തിയേറ്ററിൽ വന്ന് കാണുമ്പോൾ അതിന്റെ ഒരു വ്യത്യാസമുണ്ട്. ഞാൻ എത്ര കണ്ടാലും മതിയാകത്തില്ല. മമ്മൂട്ടിന്റെ പടം നമുക്ക് വീണ്ടും വീണ്ടും കാണാനേ തോന്നത്തുള്ളൂ. മാറ്റങ്ങൾ, വീഡിയോ ക്വാളിറ്റി ഒരു രക്ഷയില്ല ബ്രോ. പിന്നെ സൗണ്ട് എഫക്റ്റ് ആയാലും കാര്യങ്ങളായാലും ലേഡീസ് ആയതുകൊണ്ടല്ല ആ ഒരു എഫക്റ്റ് ഉണ്ട് ഇവിടെ. അടിപൊളിയാണ്. ഒന്നും കൂടെ ഇവിടെ വന്ന് കാണണമെന്നേ പറയത്തുള്ളൂ. ഒന്ന് കാണുമ്പോഴേ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പടം നല്ല പടം, കൊള്ളാം, നല്ല പടമാണ്. ഞാൻ ആദ്യമായിട്ട് തിയേറ്ററിൽ കാണണം. അപ്പോൾ അതിൻ്റെ ഒരു പുതിയ എക്സ്പീരിയൻസിന്റെ എല്ലാ എക്സൈറ്റ്മെന്റും ഉണ്ട്. നല്ല പടം, എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. നല്ല പടം. കോൺഫെക്റ്റ് എല്ലാം നല്ല റീസ്റ്റോറേഷൻ ഏറ്റവും നല്ലപോലെ ചെയ്തിരിക്കുന്ന, വിഷ്വൽ ആയാലും ഓഡിയോ ആയാലും ഏറ്റവും നല്ലപോലെ ചെയ്തിരിക്കുന്നത്. നമുക്ക് 100% നമുക്ക് ആസ്വദിക്കാം ഈ സിനിമ തിയേറ്ററിൽ. അത് നല്ല സിനിമയാണ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. 4Kയിൽ ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ സിനിമ റിലീസ് ചെയ്യുന്നത് കാണാൻ വരുന്നത്. എൻ്റെ 6-ാം വയസ്സിൽ കണ്ടിട്ടുള്ള സിനിമയാണ്. അതിനുശേഷം ഇനിയിപ്പോൾ 30 വയസ്സായി. 24 വർഷത്തിന് ശേഷം കാണുമ്പോൾ എൻ്റെതായൊരു സന്തോഷമുണ്ട്. ഞാൻ പുള്ളിയുടെ വലിയ ഫാനുമാണ്. ഗംഭീരമായിട്ടുണ്ട്. മൊത്തത്തിൽ സൂപ്പറാണ്. എല്ലാവരും നല്ല നിറഞ്ഞ കൈയടിയായിരുന്നു സ്ക്രീനിൽ. എല്ലാവരും വന്നപ്പോഴത്തേക്ക് ഏകദേശം 10-11ഓളം ആർട്ടിസ്റ്റ് ഉണ്ട് മരിച്ചുപോയവർ. അവരെല്ലാം അതിൽ കാണുമ്പോഴേ വലിയ സന്തോഷമാണ്. എല്ലാവരും കൈയടിയും എല്ലാം ഉണ്ടായിരുന്നു. തിയേറ്റർ വന്ന് കാണണം. പടം അടിപൊളി പടം. മറ്റേ ഈ മമ്മൂട്ടി വാള് വെച്ച് വീശണ പടം കൊള്ളാം.